അങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് പിന്നീട് സർജറി ലെവലിലേക്ക് എത്താറാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. എല്ലാ പ്രായക്കാരിലും പൊതുവെ കണ്ടുവരുന്നൊരു പ്രധാന പ്രശ്നമാണ് തലവേദന എന്നുള്ളത്. എല്ലാ ടൈപ്പ് ഓഫ് തലവേദന നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. പ്രധാനമായും തലവേദന രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രൈമറി ഹെഡേക്ക്, മറ്റൊന്ന് സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്കിലാണ് നമ്മൾ പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്ന മൈഗ്രെയിൻ പോലുള്ള ഹെഡേക്ക് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് അത് ട്രിഗർ ചെയ്യാറുണ്ട്. സെക്കൻഡറി ടൈപ്പ് ഓഫ് ഹെഡേക്ക് പറയുന്നത് അതൊരു മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന തലവേദനയാണ് നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് പറയുന്നത്. തലച്ചോറിലേക്കുള്ള പ്രധാന ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ENT സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടോ ഒക്കെയാണ് ഈ സെക്കൻഡറി ഹെഡേക്ക് കൂടുതൽ ആളുകളിൽ കാണുന്നത്. സെക്കൻഡറി ഹെഡേക്കിൽ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഹെഡേക്കാണ് സെർവൈക്കോജനിക് ഹെഡേക്ക്. ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസ് ടൈറ്റ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡേക്ക് വരുന്നത്. പലരും ഈ ഒരു സെർവൈക്കോജനിക് ഹെഡേക്കിനെ പ്രൈമറി ഹെഡേക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് കാണാറുള്ളത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഇത് കൈകളിലേക്കുള്ള തരിപ്പ്, വേദനയൊക്കെ ആയിട്ടാണ് കാണാറുള്ളത്. അങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് പിന്നീട് സർജറി ലെവലിലേക്ക് എത്താറാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. നമുക്കുണ്ടാകുന്ന തലവേദന അത് ഏത് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആണ് എന്നുള്ളത് കറക്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.